എല്ലാവർക്കും നമസ്കാരം. ഏതൻ ജാതി പ്ലാന്റേഷൻ ആൻഡ് നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പല ഇനങ്ങളെ പറ്റിയിട്ടുള്ള പല ആളുകളുടെ അഭിപ്രായങ്ങൾ. ഇപ്പം കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20ഓളം വെറൈറ്റികൾ ജാതികളുണ്ട്. 20ലധികം വെറൈറ്റികളുണ്ടെന്നാൽ നല്ല രീതിയിൽ പേരിട്ട് സുപരിചിതമായ 20ഓളം ജാതികളാണ് മെയിനായിട്ട് കേരളത്തിലുള്ളത്. അതുകൂടാതെ നിരവധി മറ്റ് ഇനങ്ങളും കേരളത്തിൽ ഇന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഇനങ്ങൾ വരുന്ന ഒരു സമയമാണ്. ഇപ്പം ജാതിയെ പറ്റിയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ആളുകളും ഇപ്പം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളിപ്പം പണ്ട് കാലഘട്ടം തൊട്ട് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്ന ജാതി ഇനങ്ങൾ അവരുടെ തോട്ടത്തിൽ നിന്നുള്ള എല്ലാ മരങ്ങൾക്കും ഒരേ പേരിലാണ് അവർ ഇനങ്ങളായിട്ട് അവരുടെ വീട്ടുപേരിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തൈകൾക്കും ഒരേ പേരായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായി ചില നഴ്സറിക്കാർ വന്നപ്പോൾ ഓരോ പർട്ടിക്കുലറായിട്ടുള്ള ഓരോ വെറൈറ്റികൾ എടുത്ത് അവർ പേരിടുവാനായിട്ട് തുടങ്ങി. പിന്നീട് നമ്മുടെ IISRും അല്ലെങ്കിൽ KAUം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എല്ലാം കൂടെ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി ഓരോ ഇനത്തിനെ പറ്റി കൃത്യമായി പഠിച്ച് ആ ഇനത്തിന് അവരുടെ അംഗീകാരം കൊടുത്ത് കർഷക സഹായത്തോടുകൂടെ ഡെവലപ്പ് ചെയ്ത വെറൈറ്റികൾ വരുവാനായിട്ട് ഇടയായി. ഉദാഹരണത്തിന് കേരളശ്രീ, പൂത്തുറ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ അങ്ങനെ ഡെവലപ്പായിട്ടുള്ള വെറൈറ്റികളാണ്. ഈ വെറൈറ്റി ഒരു ഇനത്തിനെ പറ്റി കൃത്യമായി പഠിച്ച് അതിനെ പറ്റിയിട്ട് കൃത്യമായി രേഖപ്പെടുത്തി കൃത്യമായി പേരിട്ട് അതേ വെറൈറ്റി തന്നെയാണ് ആ കർഷകരും അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിലും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് നഴ്സറി ബിസിനസ്സിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കിന് ചില ആളുകൾ ഇപ്പം ഫേമസ് ആയിട്ടുള്ള തൃശ്ശൂരുള്ള നഴ്സറികൾ, ഞാൻ പേര് പറയുന്നില്ല, എന്നാൽ പോലും അവർ കൃത്യമായി പേരിട്ട് ടാഗിട്ട് കൃത്യമായ രീതിയിൽ വിവിധ ഇനങ്ങൾ 15ഓളം വെറൈറ്റികൾ അവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പം അവിടെയും കർഷകർക്ക് കൃത്യമായ ഇനങ്ങളുടെ തൈകൾ കിട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് തൈകളുടെ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ചില നഴ്സറിക്കാർ അവരുടെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തൈകൾക്കും അവരുടെ വീട്ടുപേരിട്ട് വിളിക്കപ്പെടുകയും മറ്റു ചില സ്ഥലങ്ങളിൽ ഒരു കൃത്യമായ വെറൈറ്റിക്ക് കൃത്യമായ രീതിയിൽ പേരിട്ട് കൃത്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പം എല്ലാ വെറൈറ്റികളും കിട്ടുന്ന ചില നഴ്സറികളിൽ അവരും അത് കൃത്യമായ വെറൈറ്റികൾ ടാഗിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയുമാണ് കേരളത്തിൽ ഇപ്പം ഒരു ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഓരോ ദിവസങ്ങൾ പുതിയ വെറൈറ്റികൾ കേരളത്തിൽ ഡെവലപ്പായി വരുന്നുമുണ്ട്. അപ്പം ഞാനിപ്പം ഈ വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വെറൈറ്റികളെ പറ്റിയിട്ട് ഗുണങ്ങളും ദോഷങ്ങളും വളരെ കൃത്യമായി ആണ് പറയുന്നതെന്നും നമുക്ക് തോന്നുന്ന രീതിയിൽ പറയുന്ന കുറച്ച് വീഡിയോസ് കാണുവാനായിട്ടിടയായി. പക്ഷേങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നമ്മൾ ഏറെക്കുറെ ഒരു 10 വർഷത്തോളമായി ജാതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഫീൽഡിൽ തന്നെ കൃഷി ചെയ്യുന്നു. 10 ഏക്കർ സ്ഥലത്ത് നമ്മൾ ജാതി കൃഷി ചെയ്യുന്നുണ്ട്. നിരവധി വെറൈറ്റികൾ ഇപ്പം നമ്മുടെ കളക്ഷനിൽ നിരവധി വെറൈറ്റികളുണ്ട്. എന്നാൽ നമ്മൾ പ്രധാനമായിട്ടൊരു 15-16 വെറൈറ്റികളാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 തൈയിൽ കൂടുതലെങ്കിലും ഉള്ളതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കളക്ഷനായിട്ട് നമ്മൾ 2-3 ഒക്കെ വെച്ചിരിക്കുന്ന വെറൈറ്റികൾ കൂടാതെയാണ് ഈ 15 വെറൈറ്റിയിൽ 1000-നടുത്ത് മരങ്ങൾ നമുക്കുണ്ട്. അപ്പം ഇതിൽ നിന്ന് എൻ്റെ ഒരു കൃഷി അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു ചെറിയ കാര്യം മാത്രം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത 1-2 വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പം ആ നഴ്സറി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരേ മരത്തിൽ നിന്ന് കണ്ണെടുത്ത് നിരവധി തൈകളുണ്ടാക്കി നമ്മുടെ പ്ലാന്റേഷനിൽ വെച്ചു. ഒരു 400ഓളം മരങ്ങൾ ഒരേ വെറൈറ്റിയുടെ ഒരേ മരത്തിൽ നിന്ന് തന്നെ ബഡ് കണ്ണെടുത്ത് നമ്മൾ ബഡ് ചെയ്ത് നമ്മുടെ നഴ്സറിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ എല്ലാ വെറൈറ്റികളെക്കാളും നല്ലതാണെന്ന് നമുക്ക് 100% ബോധ്യം ഉണ്ടായ രീതിയിൽ നമ്മൾ വെച്ച് പരിപാലിക്കുന്നു. ആ തൈ ബഡ് ചെയ്തതും ബഡ് വുഡ് എടുത്തതും അല്ലെങ്കിൽ കുഴിച്ചു വെച്ച സമയത്തും എല്ലാം നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ നിന്നാണ് ചെയ്തത്. പക്ഷെങ്കിൽ ഈ 400 മരങ്ങളും ഒരേ മരത്തിൽ നിന്ന് എടുത്ത് ചെയ്ത മരമാണെങ്കിൽ പോലും അതിൻ്റെ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനുമൊക്കെ വളരെയധികം വ്യത്യസ്തമായ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ
നമുക്ക് ഒരിക്കലും ഒരു ഇനത്തിനെ പറ്റിയിട്ട് 1-2 ചെടി പറമ്പിൽ വെച്ചിട്ട് ഒരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം നിങ്ങളുടെ പറമ്പിൽ ഒരു ഇനത്തിൻ്റെ ഒരു ചെടി കൊണ്ട് വെച്ചിട്ട് അതിന് 100% കൃത്യമായ ഒരു അഭിപ്രായം പറയുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾ അത് ദയവായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൃത്യമായ ഒരു അഭിപ്രായം ആ കാര്യത്തിൽ പറയുവാനായിട്ട് 1-2 തൈ വെച്ച് പരിപാലിച്ചാൽ മാത്രം പോരാ. അതൊരു 25-30 തൈ വെച്ച് പഠിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ.